മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പരാതി. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലാണ് ഈ ദുരവസ്ഥ. വേഗതയിൽ വാഹനങ്ങൾ പാഞ്ഞു പോകുമ്പോൾ റോഡ് മുറിച്ചു കടക്കാൻ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകനായ മുപ്ലിയം കരോടൻ വീട്ടിൽ KG രവീന്ദ്രനാഥ് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. നിലവിൽ KRFയുടെ കീഴിൽ നവീകരണം നടന്നുവരുന്ന ഈ റോഡിലൂടെ അമിത വേഗതയിലാണ് ടിപ്പറുകളും മറ്റു വാഹനങ്ങളും കടന്നു പോകുന്നത്. സ്കൂൾ സോൺ ആണെന്ന യാതൊരുവിധ പരിഗണനയും നൽകാതെ നിയന്ത്രണമില്ലാതെ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് KG രവീന്ദ്രനാഥ് ആരോപിച്ചു. രാവിലെയും വൈകുന്നേരങ്ങളിലും റോഡ് മുറിച്ചു കടക്കാനായി വിദ്യാർത്ഥികൾക്ക് ദീർഘനേരം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. കുട്ടികൾക്കും കാൽനട യാത്രികർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ അടിയന്തരമായി ഇവിടെ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നും രവീന്ദ്രനാഥ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുപ്ലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ സീബ്ര ലൈൻ മാഞ്ഞു പോയിട്ട് മാസങ്ങളായി. അപ്പോൾ ഈ സ്കൂളിൽ LKG തൊട്ട് +2 വരെയുള്ള കുട്ടികൾ, അപ്പോൾ ധാരാളം കുട്ടികൾ വരുന്ന ഒരു സ്കൂളാണ് ഇവിടെ. അതിൻ്റെ മുൻവശത്ത് കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് കയറാനും അതുപോലെ തന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് പോകാനും ഏറെ സമയം അവർക്ക് കാത്തു നിൽക്കേണ്ടി വരികയാണ്. അതായത് വണ്ടികളൊരു ലക്കും ലഗാനും ഇല്ലാണ്ട് സ്കൂൾ പരിസരം ആണ് എന്നുള്ള ബോധത്തോടു കൂടിയല്ല അവർ ഭയങ്കര സ്പീഡോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ധാരാളം ബസ്, അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ, വമ്പൻ ടോറസുകൾ, ഇതൊക്കെ ഈ വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡ് ഭയങ്കര ഗതാഗത കുരുക്കുള്ള ഒരു റോഡാണ് മുപ്ലിയം റോഡ്. ഇതിൻ്റെ കസ്റ്റോഡി എന്ന് പറയുന്നത് KRFB PWD വിഭാഗമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്.